ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്വാദൂറുന്ന ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3/4 കിലോ പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വെള്ളം വാർന്ന് കളഞ്ഞതാണ്. അതിലേക്ക് 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ശർക്കര പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇതിങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അവസാനത്തെ അരി നമ്മൾ അരക്കുമ്പോഴത്തേക്കും അതിലേക്ക് പാളയംകോടൻ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാളയംകോടൻ പഴം ഇപ്പോൾ ചെറുതായത് കൊണ്ടിട്ടാണ് 5 എണ്ണം ചേർത്തത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വലുതാണെങ്കിൽ ഒരു 3-4 ഒക്കെ ചേർത്താൽ മതി. അതിലേക്ക് ഒരു 5 ഏലക്കയും ബാക്കി ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല, ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അരി മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം, ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണിത്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞു വെക്കാം. അതൊന്ന് മൂപ്പിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇടണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കൂടാതെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എള്ളൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള, അതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ആ മാവ് വെച്ചിട്ടുണ്ട്. ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാവ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയുടെ 1/4 ഭാഗത്തോളാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ബാക്കി അതിങ്ങനെ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരുമല്ലോ, അത് കാരണം കൊണ്ട് 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ച് എല്ലാത്തിലും നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെയിം തന്നെ കണ്ടിന്യൂ ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ കുഴികളിൽ എല്ലാത്തിലും മാവ് നിറച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. ഇത് പാകമായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ അച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ വിട്ടിങ്ങനെ വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നേരിപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മളുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്